എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് പ്രശ്നമാർഗം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ ഏറ്റവും അമൂല്യ ഗ്രന്ഥങ്ങളിലൊന്നാണ് പ്രശ്നമാർഗവും അതുപോലെ തന്നെ ദശാധ്യായിയും. പ്രശ്നമാർഗത്തിലെ പൂർവാർദ്ധം ആണ് നമ്മളെടുത്തത്. 2 ഭാഗങ്ങളുണ്ട്. കേരളീയ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സത്യവുമാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ അവതാരികയാണ്. അവതാരിക. ജ്യോതിഷത്തിനെക്കുറിച്ച് ഒരു ചെറിയ ഡെഫിനിഷനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്താണ് ജ്യോതിഷം എന്നത്? അതായത് 3 സ്കന്ധാത്മകമായ ജ്യോതിശാസ്ത്രത്തെ 6ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഗോളം, ഗണിതം, ജാതകം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഇങ്ങനെ 6 അംഗങ്ങളുണ്ട്. അത് ഏതൊക്കെ ഭാഗങ്ങളാണെന്നെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പൊതുവെ പ്രമാണഭാഗം ഈ 6 വസ്തുവിനെയും 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രമാണഭാഗമെന്നും ഫലഭാഗമെന്നും. ഇതിൽ പ്രമാണഭാഗം ഗോളവും ഗണിതവുമാണ്. അത് വളരെ നിർബന്ധമാണ്, അല്ലെ വളരെ കൃത്യമായിരിക്കണം. അത് താഴെ പറയുന്നുണ്ട്. പ്രമാണഭാഗം സൂക്ഷ്മമായിരുന്നാൽ മാത്രമേ ഫലഭാഗം ശരിയായിരിക്കുകയുള്ളൂ. അതിൽ പറയുന്നു, ലഗ്നസ്ഫുടവും സൂര്യാദിഗ്രഹങ്ങളുടെ സ്ഫുടവും അവരുടെ ബലവും യോഗാദികളും ലഗ്നാദിഭാവസന്ധി കേന്ദ്രസ്ഫുടങ്ങളും ഗണിച്ചു വരുത്തി അവയെ ആശ്രയിച്ച് മാത്രം ശുഭാശുഭ ലക്ഷണങ്ങൾ പറഞ്ഞാൽ ആ ഫലം ഒരിക്കലും തെറ്റായി വരികയില്ല. അതുപോലെ തന്നെ ഹോരാർത്ഥേച്ച സുരൂഢേ, ആരൂഢേ അല്ലെങ്കിൽ ആരൂഢേ എന്ന് പറയുന്നത് കൊണ്ട് ദൈവജ്ഞൻ അനേക ഹോരാ തത്വങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കിയിരിക്കുകയും വേണം എന്നാണ്. അതായത് ഇത്യാദി കാര്യങ്ങൾ, ഈ പ്രശ്നമാർഗത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഹോര പഠിച്ചിരിക്കും. അനേക ഹോര തത്വജ്ഞ എന്നാണ് പറയുന്നത്. ധാരാളം ഹോരകളുണ്ട്. ഹോര എന്ന് പറയുന്ന ആ ബുക്കിന് ധാരാളം വിവർത്തനങ്ങളുണ്ട്. അതും പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ദൈവജ്ഞൻ്റെ നിത്യാനുഷ്ഠാനം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ, നിത്യേന ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാ ദിവസവും പ്രഭാതത്തിന് മുമ്പ് തന്നെ ഉണർന്ന് തൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് അതാത് ദിവസത്തെ ആഴ്ച, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ഗ്രഹ ഗതി വിഗതികൾ മുതലായവ അറിഞ്ഞ് സ്വസ്ഥചിത്തനായി ഇരിക്കണം. ആരെങ്കിലും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടാൽ അയാളെ വളരെ ശ്രദ്ധിച്ച് അയാളുടെ സകല ചേഷ്ടകളും, അതായത് അദ്ദേഹത്തിൻ്റെ രീതികൾ ശ്രദ്ധയോടു കൂടിയാണോ വരുന്നത്, ഭക്തിയോടു കൂടിയാണോ വരുന്നത്, അങ്ങനെയൊക്കെയാണ് ചേഷ്ടകളെ കൊണ്ട് ചിന്തിക്കേണ്ടത്. അപ്പോഴുണ്ടാകുന്ന നിമിത്തങ്ങളും ശ്രദ്ധിച്ചിരിക്കണം. പ്രഥമ നിവേദനമാണ് പൃച്ഛ എന്ന് പറയുന്നത്. അതിൽ പ്രധാന പോയിൻ്റാണ് പൃച്ഛ എന്നത്. ആ സമയവും ദൂതൻ്റെ സ്ഥിതിയും പറയുന്ന വാചകവും മനസ്സിലാക്കണം. ഇതെല്ലാം ഫല നിർദ്ദേശത്തിൻ്റെ ഘടകങ്ങളാണ്. അതാണ് അതുകൊണ്ട് പറയുന്നത്. ഇനിയിപ്പോൾ തന്നെ, അതായത് ഒരാൾ വരുമ്പോഴേ ചാടി എഴുന്നേറ്റ് കുളിച്ച് കവടിയെ തൊടാനല്ല പറയുന്നത്. നിത്യാനുഷ്ഠാനം ദൈവജ്ഞന് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, പ്രഭാതത്തിൽ തന്നെ കുളിച്ച് ശുഭ്രവസ്ത്രധാരിയായി ജ്യോത്സ്യനെ, അതായത് വൃശ്ചകൻ്റെ കൃത്യമാണ്. അതായത് നമ്മളെ കാണാൻ വരുന്ന ആൾ എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രഭാതത്തിൽ തന്നെ കുളിച്ച് ശുഭ്രവസ്ത്രധാരിയായി ജ്യോത്സ്യനെ സമീപിച്ച് വെറ്റില, അടയ്ക്ക മുതലായവ എന്തേലും കാഴ്ചദ്രവ്യം കൊടുത്ത് ജ്യോത്സ്യനെ പ്രീതിപ്പെടുത്തിയ ശേഷമാണ് താൻ വന്ന കാര്യം പറയേണ്ടത്. അതായത് ജ്യോതിഷത്തിൽ 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ദൂതനെ ആശ്രയിച്ച്, അതായത് നമ്മുടെ മുമ്പിൽ ഫലം കേൾക്കാൻ വരുന്ന വ്യക്തിയെ ആശ്രയിച്ചും അതുപോലെ തന്നെ ഫലം പറയുന്ന ദൈവജ്ഞനെ ആശ്രയിച്ചും 2. അതിനുശേഷം 3ാമതാണ് പ്രശ്നക്രിയകളെ ആശ്രയിച്ചുമാണ്. ഇങ്ങനെ ഈ 3 ഘടകങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ ആ ഫലപ്രവചനം കൃത്യമാകൂ എന്നും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ ദൂതനെ സംബന്ധിച്ച കാര്യമാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത്. ഇനി 2ാമത് പറയുന്നു, പ്രഥമ നിവേദനം നടത്തുന്ന സമയം പൃച്ഛ നടത്തുന്ന സ്ഥലത്തിൻ്റെ ഗുണദോഷം ഇവ ദൈവജ്ഞൻ ശ്രദ്ധിച്ചിരിക്കണം. ആദ്യമേ അത് സൂചിപ്പിച്ചിരുന്നു. പ്രഥമ നിവേദനം പറയുന്ന വാക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ പൃച്ഛ നടത്തുന്ന സ്ഥലത്തിൻ്റെ ഗുണദോഷം എന്നത് എവിടെ വെച്ചാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഉണ്ടാവും. മാർക്കറ്റിൽ വെച്ച് ചോദിക്കുന്നതും ജ്യോതിശാലയത്തിൽ വന്നിരുന്ന് ചോദിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് എന്ന് സാരം. അപ്പോഴത്തെ സുഖദുഃഖാദി 2 പേരുടെ അവസ്ഥ
ജ്യോത്സ്യരുടെ അവസ്ഥ എന്താണോ അത് തന്നെയായിരിക്കും വൃശ്ചികൻ്റെ അവസ്ഥ. ഉദാഹരണത്തിന് ജ്യോത്സ്യർക്ക് കടം മൂത്ത് നിൽക്കുകയാണെങ്കിൽ വൃശ്ചികന് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഭാര്യയായിട്ട് വഴക്കിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുമാവാം. അതായത് നല്ല ജ്യോത്സ്യൻ്റെ അവസ്ഥകളോട്ടോ പറയുന്നത്, അല്ലാതെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ് എന്ന അവസ്ഥയല്ല കേട്ടോ. അപ്പോഴത്തെ സുഖദുഃഖാദി രണ്ടുപേരുടെ അവസ്ഥ, ദൂതൻ എവിടെ സ്പർശിക്കുന്നു, ഏത് രാശിയിൽ നിൽക്കുന്നു, അതായത് സ്പർശനം കൊണ്ട് ആ ഭാഗത്ത് വേദനയുണ്ട് എന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ അവിടെ രോഗമുണ്ട് എന്നൊക്കെ ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ് ഈ സ്പർശനം കൊണ്ട് ചിന്തിക്കുന്നത്. ഏത് രാശിയിൽ നിൽക്കുന്നു, ഏത് ദിക്കിൽ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, പറഞ്ഞ വാചകം, ദൂതൻ്റെ, അതായത് നമ്മുടെ മുമ്പിൽ വന്ന ആളുടെ നില, ചേഷ്ടകൾ, ഭാവം, ദർശനം, ഇവ ദൂതനുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളാണ്. പ്രശ്നത്തിൻ്റെ ദിവസം സമയം നിശ്ചയിച്ച് ജ്യോത്സ്യർ സ്വഗൃഹത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തെ ഈ പറയുന്ന കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ജ്യോതിഷാലയം ഇല്ലായിരുന്നായിരിക്കാം. അതുകൊണ്ടാണ് വീട്ടിൽ പോയി പ്രശ്നം വെക്കുന്നു എന്ന രീതി വന്നത്. അപ്പോൾ വഴിയിൽ കാണുന്ന ശകുനങ്ങൾ, അതുപോലെ തന്നെ യാത്രാവിശേഷം, ദൂതഗ്രഹപ്രവേശം, ഈ സമയത്ത് അവിടെ ഉണ്ടായ നിമിത്തങ്ങൾ മുതലായവ ദൈവജ്ഞനുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ടമാണ്. അതായത് നമ്മൾ ഒരു വീട്ടിൽ പോയി പ്രശ്നം വെക്കുകയാണെങ്കിൽ ഉള്ളത് ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ജ്യോതിഷാലയത്തിൽ വന്നു കഴിയുമ്പോൾ വഴിയിലെ ശകുനങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരികയില്ല. ഇനി അടുത്തതാണ് പ്രശ്നക്രിയാ സംഭവം മുതൽ മൂന്നാം ഘട്ടമാണ് തുടങ്ങുന്നത്. അത് പ്രഥമാനീതി, അതുപോലെ തന്നെ രാശിചക്ര ലേഖനം, രാശി വരയ്ക്കുന്ന ആളുടെ സ്ഥിതി. അപ്പോൾ നമ്മൾ ജ്യോതിഷാലയത്തിനാണ് രാശിഫലകം കൊണ്ടായിരിക്കില്ല ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ അവിടെ വരുന്നില്ല. അപ്പോഴത്തെ ശരം, ദീപലക്ഷണം, സ്വർണ്ണസ്ഥിതി, സമയം മുതൽ സൂത്രങ്ങൾ, ത്രിസ്ഫുടം, അഷ്ടമംഗലം, അവിടെയൊക്കെ അഷ്ടമംഗലം വരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജ്യോതിഷാലയത്തിൽ വലുതായിട്ട് ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ലഗ്നാദിഭാവചിന്ത, ദേവേർവാദി വിഭാഗങ്ങൾ, അതുപോലെ തന്നെ പരിഹാരം. ദേവയർവാദി, അത് ബാധ, മഹാബാധ ഇത്യാദികളൊക്കെയാണ് ആ ദേവയർവാദി ഭാഗങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ പരിഹാരം, ഇവയെല്ലാം കണ്ടറിഞ്ഞും ഗണിച്ചറിഞ്ഞുമാണ് ഫലനിർദ്ദേശം ചെയ്യുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൻ്റെ ഏകദേശം ഒരു ബേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു 3 മണിക്കൂർ അടുത്ത്, 2 മണിക്കൂറിനും 3 മണിക്കൂറിനും ഇടയ്ക്കുള്ള സമയം കൊണ്ട് ഒരു വീഡിയോ നിർമ്മിച്ചിട്ടുണ്ട്. അത് പ്രശ്നം വിധി അധികം അറിയാത്തവർക്ക് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ബേസാണ്. അത് വേണ്ടവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. നമസ്തേ.